വാർത്ത ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏറെ വേദനയോടെയാണ് ഇന്ന് നമ്മൾ വാർത്ത ചെയ്യാനിരിക്കുന്നത്. തൃക്കാക്കര MLA, ഏവരുടെയും പ്രിയപ്പെട്ട ചിരിച്ച മുഖത്തോടെ ഏവരോടും ഇടപഴകുന്ന, പക്ഷേ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കുന്ന MLA ഉമാ തോമസ് ഇന്നലെ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഉണ്ടായ ഗുരുതരമായ വീഴ്ച. ഇപ്പോൾ ആശുപത്രിയിലാണ്, എറണാകുളം റെനി മെഡിസിറ്റിയിലാണ്. എത്രയും വേഗം ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, അവരുടെ ജീവൻ ഒരു അപകടവും ഉണ്ടാവാതിരിക്കട്ടെ, ആയിരങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എന്നുള്ളത്. പക്ഷേ ഉമാ തോമസിൻ്റെ വീഴ്ച അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിനി ഈ വീഴ്ചയ്ക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്നു എന്നൊക്കെ പലരും കമൻ്റ് ഇട്ടാലും ഇത് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു വീഴ്ചയല്ല, അത് വീഴ്ത്തിയതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലേ കരുതേണ്ടത്? അങ്ങനെ തന്നെ കരുതണം. പ്രിയപ്പെട്ട PT തോമസിൻ്റെ ഭാര്യ, അദ്ദേഹം ക്യാൻസർ രോഗബാധിതനായിക്കൊണ്ട് അന്തരിച്ച ശേഷമാണ് ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. തൃക്കാക്കര അവരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചു. പക്ഷേ തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ഉമാ തോമസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പരിപാടിയിൽ അവർ പങ്കെടുത്തത്. കാരണം ഈ പറയുന്ന മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കലാ ട്രൂപ്പിൻ്റെ മൃദംഗനാദം എന്ന് പറയുന്ന വലിയൊരു പരിപാടിയാണ്. അതായത് ലോക റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഏകദേശം 10,000-ഓളം നൃത്തത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പരിപാടി. അത്തരമൊരു പരിപാടിക്ക് നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള ദിവ്യ ഉണ്ണിയും അതിനൊരു നേതൃത്വം കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തി. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൊത്തം ബ്ലോക്കായിരുന്നു. ആ കലൂർ ഭാഗത്ത്, കലൂർ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മൊത്തം ബ്ലോക്കായിരുന്നു. ഒരു ആളുകൾക്ക് പോലും പോകാൻ സാധിക്കാത്ത വിധത്തിൽ, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ആൾക്കൂട്ടമായിരുന്നു അവിടത്തേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ അതൊരു വലിയ പരിപാടിയാണ്. ഫാമിലിയോടുകൂടി ആളുകൾ വരും. അപ്പോൾ ആ തരത്തിലുള്ളൊരു പരിപാടി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ സജി ചെറിയാൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ADGP ശ്രീജിത്ത് ഉണ്ടായിരുന്നു, മറ്റ് ഒരുപാട് ആളുകൾ, അതായത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല, അത്തരത്തിലൊരു പരിപാടി നടക്കുന്നിടത്ത് എങ്ങനെയാണ് ഈ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇവർ ഇത്തരത്തിലൊരു വേദി കെട്ടിയത് എന്നുള്ളതാണ്. കണ്ടാൽ ഞെട്ടിപ്പോവും. അതായത് ഞാൻ അവിടെ ദൃക്സാക്ഷിയായി നിന്നതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. അതായത് ഈ ഇരിപ്പിടത്തിൻ്റെ മേലേക്ക് അവർ ഒരു വലിയ കോണി വെക്കുന്നു. ആ കോണി വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റേജ്, താൽക്കാലികമായ ഒരു സ്റ്റേജ് ഉണ്ടാക്കുകയാണ്. ആ സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവർ, അതായത് യാതൊരു തരത്തിലും സ്റ്റേജ് ഉണ്ടാക്കാൻ പാടില്ലാത്ത സ്ഥലത്താണ് അവർ സ്റ്റേജ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത്തത്, മന്ത്രിമാരുൾപ്പെടെ VIP-കളും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളും വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജിനകത്ത് ഇത്രയ്ക്ക് സുരക്ഷ മാത്രമാണോ ഇവർ ഒരുക്കിയത് എന്നുള്ള ഗുരുതരമായ ഒരു കുറ്റം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതായത് ആ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ, ഈ ആളുകളെല്ലാം എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് കൂടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിന് തൊട്ട് മുമ്പിലായിട്ടാണ് മാധ്യമങ്ങൾക്കുള്ള റോ അവർ ഏർപ്പാടാക്കിയിരുന്നത്. ആ മാധ്യമങ്ങൾക്കുള്ള റോയിൻ്റെ അതിൻ്റെ മുൻഭാഗത്തു കൂടി നടന്നിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ടത്. ഉമാ തോമസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശരീരത്തിന് കുറച്ച് ഭാരമുണ്ട്. അതുപോലെ തന്നെ MLAയുടെ കാലിന് കുറച്ച് പ്രയാസമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന മുകളിലേക്ക് അവർ കഷ്ടപ്പെട്ട് കയറി, അതിനുശേഷം അവിടെയുള്ള വേദിയിലേക്ക് എത്തിയ ശേഷം അവർ മന്ത്രി അടക്കമുള്ള ആളുകളെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി മന്ത്രിയുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരുടെയും അടുത്തൊക്കെ പോയി അവരെ ഒന്ന് അഭിവാദ്യം ചെയ്ത തിരിച്ചു വരുമ്പോൾ അവർ ഒരു ബലത്തിന് വേണ്ടി, അവർ അറിയുന്നില്ല, അതായത് ഒരു ബലത്തിന് വേണ്ടി, ഒരു താങ്ങിന് വേണ്ടി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ കയറ് പോലെ കെട്ടിയ ഇതിൻ്റെ മുകളിൽ അവർ ബലം പിടിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ സമയത്താണ് മനസ്സിലാകുന്നത് അതൊരു ബലവും ഇല്ലാത്ത വെറും റിബണ് വലിച്ച് കെട്ടിയതാണ് എന്ന് ആ സമയത്താണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് MLAക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭാരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ റിബണോടുകൂടി അവിടെയുള്ള അത് കെട്ടിയ ഖനത്തിലുള്ള ആ കമ്പിയോടുകൂടി താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെ താഴേക്ക് നേരെ പോയി പതിക്കുന്നു. അതെ, 15 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചത് നേരെ താഴെയുള്ള സ്ലാബിലാണ് പോയി പതിച്ചത്. സ്ലാബ് നല്ല ഈ ഈ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലാബുണ്ട്. ആ സ്ലാബിൻ്റെ മുകളിൽ തന്നെ നേരെ വന്ന് തല അടിച്ച് ഈ ചെവി ഭാഗം കൊണ്ട് നേരെ വന്ന് അടിക്കുകയായിരുന്നു. അടിച്ചതിന് സെക്കൻഡിന് തൊട്ട് പിന്നാലെ MLAയുടെ ഭാര്യ ഭാഗത്തേക്ക് ഈ പറയുന്ന റിബണ് കെട്ടിയിട്ടുള്ള വലിയ കമ്പി, കനത്തിലുള്ളൊരു 10 കിലോ വരുന്ന കമ്പി നേരെ MLAയുടെ ഭാര്യ ഭാഗത്തേക്ക് വന്ന് വീണു. അതായത് ഒരു വീഴ്ച, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് മറ്റൊന്നുകൂടി വന്ന് വീഴുന്നു. അങ്ങനെ
വന്ന് വീണതിന് ശേഷം ഉടനെ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം കൂടെ ഓടിക്കൂടുന്നു. അവിടെ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്ന ആൾക്കാർ ഓടിക്കൂടുന്നു. MLA ആരാണ് എന്ന് പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. നേരെ പൊക്കിയെടുക്കുന്നു, ആംബുലൻസിലേക്ക് കൊണ്ടുപോകുക. അതെ, രക്തത്തിലേക്ക് മൊത്തം രക്തമായിരുന്നു, മുഖം മൊത്തം രക്തമാണ്, അവിടെയൊക്കെ രക്തം ചെതറിയിട്ടുണ്ട്. ആരാണ് എന്ന് പോലും മനസ്സിലായിട്ടില്ല. അങ്ങനെ എടുത്തു പോവുകയാണ്. പക്ഷെ അവിടെയും വലിയ അബദ്ധമാണ് ഇവർക്ക് പറ്റിയത്. ഒരാൾ പെട്ടെന്ന് വന്ന് വീണ് അവിടെ കിടക്കുന്ന സമയത്ത് പാലിക്കേണ്ട ഒരു ആരോഗ്യ, അതായത് ഒരു സ്ട്രാറ്റജി, ഒരു കൃത്യമായ ബൈലോ ഉണ്ട് ഒരു അപകടത്തിൽപ്പെട്ടയാളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അതായത് അവരെ പെട്ടെന്ന് സ്ട്രക്ചർ കൊണ്ടുവരണം, ആ സ്ട്രക്ചറിലേക്ക് നേരെ എടുത്ത് കിടത്തണം, എന്നിട്ട് ആ സ്ട്രക്ചറുമായി വേഗം പോയിട്ട് ഡോക്ടറുടെ സൗകര്യമുള്ള അല്ലെങ്കിൽ ആംബുലൻസിലേക്ക് നേരെ കിടത്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു തിരുത്തം നമുക്ക് പറയാനുള്ളത്, അവിടെ നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ ആരോഗ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. അതിനുള്ള ട്രെയിനിങ്ങോ പരിജ്ഞാനോ ഉള്ളവരായിരിക്കില്ല. അവർ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അങ്ങനെ ഉള്ളവരെ അവിടെ നിർത്തേണ്ടതാണ് അവിടുത്തെ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും ഈ സാഹചര്യത്തിൽ കഴിയില്ല. അവർ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് ആ കൂടി നിന്നവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അവരല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. ഇത്തരമൊരു വലിയ അപകടം ഉണ്ടാകുമ്പോൾ അത് MLA അല്ല, ഒരു സാധാരണക്കാർക്ക്, ഒരു കുട്ടിയാണ്. ഒരു കുട്ടി സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് കാല് തട്ടി ഇത് വീണിരുന്നതെങ്കിലോ താഴെ വീണിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ എന്ത് സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുക. അപ്പം നമുക്ക് അവരെ, ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, അവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനോ അവർ ചെയ്ത് ശരിയല്ലെന്ന് പറയാനോ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും എന്താ പറയാ, പഠിച്ചു വന്നവരല്ല. അവരെത്രയും പെട്ടെന്ന് ഉമാ തോമസ് MLA ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഇത്. എന്റെ ഒരു ഇതിൽ വെച്ച് അതിലെ കാര്യം എന്ന് പറയുന്നത് അവർ ചെയ്തത് തെറ്റാണ് എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുപോകേണ്ടിടത്ത് നിന്ന് ഇവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെ ഒരുപാട് അതിലുണ്ടായിരുന്നു. പക്ഷേ ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ആംബുലൻസും ഡോക്ടറും ഒക്കെ ഏർപ്പാടാക്കിയ ഈ ആളുകൾ ഇത്തരത്തിലൊരു പ്രശ്നം വന്നാൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാവുന്ന വോളണ്ടിയർമാരെ അവിടെ ഏർപ്പാടാക്കിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ട്രക്ചർ പോലും അവർ ഏർപ്പാടാക്കിയില്ല എന്നുള്ളതാണ്. അതിന് ഈ കൊണ്ടുപോയ ആളുകളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ കൊണ്ടുപോകാതിരുന്ന, അത് ഏർപ്പാടാക്കാതിരുന്ന സംഘാടകർക്കെതിരെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തത്, ഇത്തരം ഒരു വലിയ പരിപാടി നടക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരിക്കലും GCDA എന്ന് പറയുന്ന ഈ പറയുന്ന എന്താണ് സ്റ്റേഡിയത്തിൻ്റെ, ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം GCDAയുടെ കീഴിലാണുള്ളത്. അതിൻ്റെ ചെയർമാൻ തന്നെ വന്ന് കൃത്യമായി പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഒരു അനുമതിയും ഈ സ്റ്റേഡിയത്തിനകത്ത് കൊടുക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേത്, അവിടെ പോലീസും ഫയർഫോഴ്സും വന്ന് പരിശോധിച്ചപ്പോൾ സംഘാടകർ പറഞ്ഞത് ഉദ്ഘാടനം വേദിയിൽ നിന്നല്ല, ഉദ്ഘാടനം ഈ പറയുന്ന താഴെ ഒരു വലിയ നിലവിളക്ക് വെച്ചിട്ട് ആ നിലവിളക്കിന് ചുറ്റും നിന്നുകൊണ്ടാണ് ഉദ്ഘാടനം എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ആ പുല്ലിൽ ഇത് വെക്കാൻ കഴിയില്ല എന്ന ഒരു തടസ്സം വന്നപ്പോൾ വേദിയിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു വേദിയിലേക്ക് മാറ്റുമ്പോഴും ഇവരുടെ പ്രശ്നം, ഒരു കുട്ടി അതിലേക്ക് വരുമ്പോൾ ആ കുട്ടി കാല് തെറ്റി താഴെ വീണ സാഹചര്യം എത്രയോ കൂടുതലാണ്. എന്നിട്ട് അതിന് ഇവർ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് ഇവിടെ വലിയ ബാരിക്കേഡ് വെച്ചാൽ ആളുകൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ഇവർ ന്യായീകരണമായി പറഞ്ഞത്. ഒപ്പം 2 റോയിലാണ് അവിടെ എന്തിട്ടിരുന്നത്, ഈ പറയുന്ന കസേരകൾ ഇട്ടിരുന്നത്. ഒരു റോയിൽ മാത്രമേ കസേര, ഒരു റോ കസേര ഇടാൻ മാത്രമുള്ള സ്ഥലമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും പാലിക്കാതെയാണ് ഇവർ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നാണ്. രണ്ടാമത്തത്, മാനുഷിക പരിഗണനയുടെ ഭാഗമായി ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, ധാർമ്മികമായി ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു രോക്ഷമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, MLA വീണ ശേഷം എടുത്തു കൊണ്ടുപോകുന്നു, എന്നിട്ടും ഈ പരിപാടി 1 സെക്കൻഡ് പോലും ആ പരിപാടി മുടങ്ങിയില്ല എന്നുള്ളതാണ്. ആരോ വീണു, എടുത്തു കൊണ്ടുപോയി എന്നുള്ള നിലയിലായിരുന്നു സംഘാടകരുടെ ഒരു നിൽപ്പ് എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന, അതായത് ഒരു ജീവൻ പോയാലും അല്ലെങ്കിൽ വലിയ ഗുരുതരമായ അപകടം സംഭവിച്ചാലും അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടവർ കൈകാര്യം ചെയ്തോളൂ, ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ആഘോഷപൂർവ്വം സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം നമുക്കത് ഇത്രയും കുട്ടികൾ വന്നതാണ്, അവരുടെ പിന്നെ ഇത്രയും നാളത്തെ പ്രയത്നമാണ്, ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു അരമണിക്കൂറെങ്കിലും ആ പരിപാടി ഒന്ന് നീക്കി വെക്കാമായിരുന്നു. അവർക്ക് സമയമൊന്ന് നീക്കി വെക്കാമായിരുന്നു. MLAയുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷം ഇവർക്ക് ആ പരിപാടി തുടരാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ പരിപാടി കണ്ടപ്പോൾ. സത്യം. പക്ഷെ അതൊന്നും അവർ ചെയ്തില്ല. അത് ഈ റെക്കോർഡിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ, ഗിന്നസ് റെക്കോർഡ്. അത് മുടങ്ങരുത് എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിൽ ദിവ്യ ഉണ്ണി പോലും പെട്ടുപോയി എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും MLAയുടെ ആരോഗ്യനില വളരെ ഗുരുതരമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന നട്ടലിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ബ്രെയിനിന് പറ്റിയ പരിക്ക് കൃത്യമായി വിശകലനം ചെയ്യണമെങ്കിൽ 24 മണിക്കൂർ സമയം വേണം എന്നുള്ള നിലയിലാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
കൃത്യമായി വാരിയല് പൊട്ടി ലെൻസിലേക്ക് കയറി എന്നൊക്കെയാണ് പറയുന്നത്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ വാരിയല് പൊട്ടി ലെൻസിലേക്ക് കയറിയത് എങ്ങനെയാണെന്നറിയോ? ഈ പറയുന്ന ഇത് വന്ന് വീഴ്ചയിലല്ല, ഇത് വന്ന് വീണിട്ട് ഈ റിബിന് അടിച്ചിട്ട് റിബ്സ് പൊട്ടിയിട്ട് നേരെ ശ്വാസകോശത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പം ഈ തലച്ചോറിൻ്റെ ഈ അപകടത്തിൽ നിന്ന് അവർ മുക്തരായാലും ഇപ്പം ഏറ്റവും ഗുരുതരമായി നിൽക്കുന്നത് ശ്വാസകോശത്തിലെ രക്തസ്രാവമാണ്. ശ്വാസകോശത്തിൽ ഇത് റിബ്സ് തറച്ച് കയറിയിട്ട് ആന്തരികമായിട്ടുള്ള രക്തസ്രാവം ശ്വാസകോശത്തിലുണ്ട്. അത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും വിദഗ്ധമായ ചികിത്സ കിട്ടുന്നുണ്ട്. റിനൈ മെഡിസിറ്റിയിൽ എല്ലാവിധ ചികിത്സയും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘം എത്തിയിട്ടുണ്ട്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് സംഘം എത്തിയിട്ടുണ്ട്, എല്ലാ ആളുകളും അവിടെയുണ്ട്. പക്ഷേ എന്നാലും എത്ര കാലം കഴിയും ഇതിൽ നിന്ന് ഉമാ തോമസ് പുറത്തേക്ക് വരാൻ എന്നുള്ളത് ഒരു അശ്രദ്ധയുടെ പുറത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തെ ഇങ്ങനെയാക്കിയതിൽ ആ സംഘാടകർക്ക് ഒരു കാരണവശാലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്.